ഇരിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരെ, ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകയായ ശ്രീകരാമെന്ന് മറ്റ് വിശിഷ്ട ഇൻഡസ്ട്രിക്കുന്ന സഹോദരന്മാർ, ശങ്കരാചാര്യനെ ഞാൻ പരിചയപ്പെടുന്നത് 1974 അതായത് 50 വർഷം മുമ്പ്. ഐ.വി. ശശിയുടെ ആദ്യ ചിത്രമായ ഉത്സവം എന്ന സിനിമയുടെ അസോസിയേറ്റ് ഡയറക്ടറാണ് ഞാൻ പ്രവർത്തിക്കുന്ന സമയം. ആ സിനിമയിൽ ശങ്കരാചാര്യൻ ഒരു വേഷം റാണിചന്ദ്രയുടെ അച്ഛനായിരുന്നു. ഈ സിനിമയിൽ ശങ്കരാചാര്യനെ ആരും ബുക്ക് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും ഇരിക്കപ്പൊക്കെ ഉണ്ടാവില്ല. ശങ്കരാചാര്യൻ്റെ ഫോണിൽ നിന്നുണ്ടായിരുന്നു എൻ്റെ സമയമായാലും വേഷമായാലും എപ്പോൾ വരണം, ഇത് സ്ഥിരമാണ്. ശങ്കരാചാര്യനുമായിട്ട് ഞാനിങ്ങനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഞാൻ കൂടിയായിട്ടൊരു ആത്മബന്ധം തോന്നി. ഒരുപാട് വർഷങ്ങൾ ആ ബന്ധം ഞങ്ങൾ തുടർന്ന് മരിക്കുന്നവരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉത്സവം സിനിമ തീർന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പല സിനിമകൾക്ക് അനുഭവം എന്നൊരു സിനിമയ്ക്ക് ശശിയുടെ വന്നു, അയൽക്കാരി വന്നു, ഇതെല്ലാം ശങ്കരാചാര്യനുണ്ടായിരുന്നു. ഈ സിനിമയിലെല്ലാം ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തു, എന്നും കാണും, സംസാരിക്കും. എന്നോട് വലിയ ആത്മബന്ധം തുടങ്ങി. അങ്ങനെ പോകുന്നു. ഒരു ദിവസം ആശീർവാദം എന്നൊരു സിനിമ ഐ.വി. ശശിയുടെ റിലീസ് ചെയ്തത് 1972 എനിക്ക് തോന്നുന്നു. അപ്പൊ അതിനടുത്ത് വീടൊരു സ്വർഗം എന്ന് പറഞ്ഞിട്ട് ജെ.സി. കാർത്തി എന്നൊരു പടമുണ്ട്. അപ്പൊ അതിന്റെ വർക്കെല്ലാം നടക്കുന്നത് മദ്രാസിലാണ്, ഇന്നത്തെ ചെന്നൈ. അപ്പൊ ഞാൻ ജെ.സിയുടെ പടത്തിന്റെ വർക്കുമായിട്ട് സംബന്ധിച്ച് അവിടെ ചെന്നപ്പോഴപ്പോൾ ശങ്കരാചാര്യൻ അവിടെ ഉണ്ട്. എന്നെ കണ്ടപ്പോൾ മുഖം തീർപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് മനസ്സിലായില്ല എന്തുകൊണ്ട് എന്നെ കാണുമ്പോൾ ശങ്കരാചാര്യൻ ഞാൻ മുഖം തീർക്കുകയുണ്ടല്ല. അപ്പൊ ഞാനിങ്ങനെ എന്തായിട്ടാണെന്ന് ചോദിച്ചു. നീ എന്നോട് കൂടുതലൊന്നും സംസാരിക്കണ്ട പറഞ്ഞു. അങ്ങനെ എന്താ ചേട്ടൻ എന്താ എന്നോട് ലക്ഷണം തോന്നാനായിരുന്നു. എടാ, ആശീർവാദം എന്ന സിനിമ ഇപ്പോൾ റിലീസ് ചെയ്തിരുന്നു. അതിൽ ഞാൻ ഏറ്റവും നല്ലൊരു വേഷം ചെയ്തിരിക്കുക, തമ്മത്തിന്റെ വേഷം. നീ അതിലൊരു പോസ്റ്ററിൽ എവിടെയെങ്കിലും എന്നെ വെക്കണ്ടേ? ഞാൻ വെച്ചിട്ടുണ്ടല്ലോ. എവിടെയും വെച്ചിട്ടുണ്ടോ, ചെറിയ ഏതൊരു സ്റ്റാമ്പ് വെച്ചിട്ടുണ്ട് എവിടെയെങ്കിലും. ഇത്രയും നല്ല വേഷം ചെയ്തിട്ട് എനിക്ക് ചേട്ടാ അത് ഡാക്ടർമാരെ തീരുമാനമല്ലേ, എൻ്റെ കൂടെ തീരുമാനമല്ലേ. ഞാൻ വലിയ പോസ്റ്ററിലൊക്കെ വെച്ചിട്ടുണ്ട് ചേട്ടൻ ഫോട്ടോ, അതൊക്കെ ചെറുതായി. അതെനിക്ക് നിന്നോട് പ്രതീക്ഷ ചെയ്തു. നമ്മളെ ശരിയാ പ്രതീക്ഷ മാറ്റിക്കോ, ഇനി അടുത്ത സിനിമകളുടെ ഞാൻ വിളിച്ചേട്ടാ. പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓഫീസിലേക്ക് കയറി വരുന്നു, ചെന്നൈ മദ്രാസിലുള്ള ഓഫീസിൽ. അന്ന് ശങ്കരാചാര്യൻ ഷൂട്ടിംഗ് ഒന്നുമില്ല, ശശികുമാർ സാറിന്റെ പടമൊക്കെ ക്യാൻസൽ ആയിരുന്നു. ആ ബന്ധം എന്ന് മദ്രാസിൽ ചെന്നൈയിൽ വന്നിട്ടുണ്ടോ അന്ന് ശങ്കരാചാര്യൻ എൻ്റെ ഓഫീസിൽ വർക്കില്ലെങ്കിൽ അവിടെ തന്നെ ഉണ്ടായിരിക്കും. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് രാത്രിയും കഴിഞ്ഞ് രാത്രിയെ കൊണ്ടുവിടാൻ പോകും. അന്ന് ശങ്കരാചാര്യൻ താമസിക്കുന്നത് മദ്രാസിൽ പുരുഷവട്ടം എന്ന സ്ഥലത്ത് അയ്യപ്പ എന്നൊരു ലോഡ്ജുണ്ട്, ഒരു സ്വാമി നടത്തുന്ന ലോഡ്ജാണ്. ആ ലോഡ്ജിലായിരുന്നു പഴയ കാലത്ത് നമ്മുടെ നടൻ മഹസാദ്, KR വിജയ ഇവരൊക്കെ താമസിക്കുന്ന ഹോട്ടലാണ്. ആ ഹോട്ടലിലെ റൂമിലാണ് ഒരു മുറി ശങ്കരാചാര്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം കടലാണ് ആ സിനിമയിൽ വന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ കാറ് നിർത്തി, ഞാൻ ഫോട്ടോ ചേട്ടാന്ന് പറഞ്ഞപ്പോൾ നീ എൻ്റെ റൂമൊന്നും കണ്ടിട്ടില്ല, ഒന്ന് കയറി വാ, ഒന്ന് കണ്ടിട്ട് പോകാനോ. ഞാനങ്ങനെ ശങ്കരാചാര്യൻ്റെ കൂടെ ശങ്കരാചാര്യൻ താമസിക്കുന്ന അയ്യപ്പൻ്റെ എല്ലാ റൂമിലേക്ക് കഴിച്ചു. ഒരു സിംഗിൾ റൂം, അതിനകത്ത് ഒരു കട്ടിൽ, സൈഡില് ഒരു മണ്ണെണ്ണ സ്റ്റവ് ഇരുന്നുണ്ട്. ഇവിടെ ഗോവാരം എന്ന് വിളിച്ചപ്പോൾ ഗോവാരം കയറി വരുന്നു. അവിടുത്തെ ഒരു ജോലിക്കാരനാണ്. അപ്പൊ കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു. കഞ്ഞിയും ചെറുപായി തന്നപ്പോൾ ഇവിടെ സ്ഥിരം ആവാൻ. അപ്പൊ എന്നോടൊന്ന് നിനക്ക് കഞ്ഞിയുണ്ട്, നമ്മൾ എനിക്കാട്ടെ, ഞാൻ വീട്ടിൽ പോയിട്ട് കഴിച്ചോളാം. ആ ബന്ധം സ്ഥിരമായി ഞങ്ങൾ തുറന്നു. വർക്കില്ലെങ്കിൽ ശങ്കരാചാര്യനെ അന്വേഷിച്ച ആളുകൾ വരുന്ന എൻ്റെ ഓഫീസിലായി അവിടെ ഉണ്ടായിരിക്കുന്നതാണ് വർക്കില്ലെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ദിവസങ്ങൾ കഴിയുമ്പോൾ പോകുന്നു. അപ്പൊ ഒരു ദിവസം എന്നോട് പറഞ്ഞു, നമുക്ക് വേളാങ്കണ്ണി വരെ പോകണം. നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ പള്ളിയിൽ പോകുന്നു. എടാ, അമ്പലവും പള്ളിയിലൊക്കെ പോകുന്നതിന് കമ്മ്യൂണിസം ഒന്നുമില്ല, അതൊക്കെ ഞാൻ നിർത്തി കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേളാങ്കണ്ണി പോകുന്നു. തീർത്ഥയാത്ര കഴിയുമ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ശനീശ്വരൻ പോയിട്ട് വന്ന് കാണാം. ഞാൻ ആദ്യമായിട്ട് ശനീശ്വരൻ പോയിട്ട് പോകുന്നു. വരുമ്പോഴേക്കും നാഗപ്പുറത്ത് ശനീശ്വരൻ പോയിട്ട് വന്നു. അപ്പൊ എന്നോട് പറഞ്ഞൊരു കാര്യമൊക്കെ നീ അവിടെ തൊഴുത് തിരിച്ചു വരുന്ന സമയത്ത് തിരിഞ്ഞു നോക്കാൻ. നമ്മൾ എന്താ തിരിഞ്ഞു നോക്കിയാൽ തിരിഞ്ഞു നോക്കിയാൽ ശനി നിന്നെ കയറി വീണ്ടും പിടിക്കും. പിന്നെ 9 കൊല്ലം നീ ശരി പിടിച്ചോടെ കിടക്കേണ്ടത്. അതുകൊണ്ട് നീ എന്നെ നോക്കിയിട്ട് എന്റെ പുറകെ വന്നേക്കുന്നു. അപ്പൊ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നടക്കുമ്പോ, നീ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? ഞങ്ങൾ നിന്നില്ല, നോക്കുന്നില്ല. ചേട്ടൻ വേണമെങ്കിൽ നോക്കിക്കൊണ്ടിരുന്നു, ചേട്ടനെ പിടിക്കുന്ന ശരിക്കും പറഞ്ഞു. അപ്പൊ ആൾക്ക് ഭയങ്കര തമാശയായി. അങ്ങനെ ഞങ്ങൾ അവിടെ യാത്രകൾ വന്ന് ഒരുപാട് വർഷങ്ങൾ അങ്ങനെ പുലിയായിട്ട് ബന്ധങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ
ഷൊർണൂര് എൻ്റെ ഒരു രണ്ടാമത്തെ ആദ്യത്തെ ഒന്നുമായി നസീർ സാർ വെച്ച സിനിമയിൽ അതിന് ശങ്കരേട്ടനെ അഭിനയിച്ചു. അപ്പൊ എൻ്റെ അടുത്ത് അദ്ദേഹം ഒരിക്കലും റെമുനറേഷൻ പറഞ്ഞിട്ടില്ല. പല നടന്മാരും നസീർ സാറോടൊപ്പം എനിക്ക് എമൗണ്ട് ഓർത്ത് ചെയ്തു തന്നു. അദ്ദേഹം ഒരാളുടെ അടുത്തും അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് കാശ് നിർബന്ധം പിടിച്ച് വാങ്ങിക്കുന്ന സ്വഭാവത്തില്ല. വേഷം വേണം, അത് അദ്ദേഹം നിർബന്ധമായിട്ടും പറയും, എനിക്ക് വേഷം വന്നില്ല. അപ്പൊ സത്യനും വിടില്ല, സത്യനന്ദിക്കാടും സ്ഥിരം സിനിമയിൽ ഉണ്ടായിരിക്കും ശങ്കരാഴ്ച. അങ്ങനെ അത് ശങ്കരാഴ്ചയുടെ ഒരു പ്രത്യേക കഴിവാണ്. ഒരിക്കൽ ഡയറക്ടർ ഫാസിലിന്റെ തമിഴ് പടം ഞാൻ വർഷം 16 ചെയ്യുന്ന സമയത്ത് ഞാൻ പോകുമ്പോൾ ശങ്കരാഴ്ച പറഞ്ഞു, ഞാൻ കൊടുത്തു വരുന്നു, എനിക്ക് ഫാസിലായിട്ട് വലിയ ബന്ധവും പോയിരുന്നു. അങ്ങനെ ഡയറക്ടർ ഫാസിൽ എഡിറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് മദ്രാസിൽ എൻ്റെ കൂടെ വരുന്നു. ശങ്കരാഴ്ചേട്ടൻ എഡിറ്റിംഗ് റൂമിൽ അവിടെ വന്ന് ഫാസിൽ കണ്ടപ്പോൾ ഫാസിൽ അന്തം വിട്ടു പോയി. അയ്യോ എന്താ ചേട്ടൻ വേണ്ട? ഞാൻ നിന്റെ പടത്തിനൊന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ല, നിന്റെ ഒരു പടത്തിലേക്ക് വേഷം തന്നേ തരും, അതിനാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത്. പക്ഷേ പുള്ളി പറഞ്ഞു, എന്തായാലും വേണ്ട, അടുത്ത പടത്തിൽ ഞാൻ ശങ്കരാഴ്ചേട്ടൻ വേഷം വേണം. പക്ഷെ ഫാസിൽ ആ വാക്ക് വരച്ചു. അങ്ങനെയാണ് അനീതിപ്രാവുന്ന പടത്തിൽ ഒരു നല്ല വേഷം പ്രതീക്ഷിച്ചത് ശങ്കരാഴ്ചേട്ടൻ. തുടർന്ന് അവരുടെ ഒരുപാട് പടങ്ങൾ ഫാസിൽ വിളിക്കാൻ തുടങ്ങി. ആ സമയത്താണ് സിദ്ദിഖിലാല് രാംജി റാവു സ്പീക്കിംഗ് എന്ന സിനിമ ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാനും ശങ്കരാഴ്ചേട്ടനുള്ള ബന്ധം അറിയാവുന്നതുകൊണ്ട് സിദ്ദിഖിന്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഈ പടത്തിന് ശങ്കരാഴ്ചേട്ടന് ഒരു വേഷം കൊടുക്കുന്നുണ്ട്. ശങ്കരാഴ്ചേട്ടന് വിലയം പറഞ്ഞത് മുദ്രാക്ഷനെ പറഞ്ഞു, ഒന്ന് നമ്മുടെ എറണാകുളത്താണ് ഷൂട്ടിംഗ് കൊണ്ടുപോയി. ഞാൻ പറയും ശങ്കരാഴ്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. ശങ്കരാഴ്ചേട്ടൻ സമ്മതിച്ചു. ഷൂട്ടിങ്ങിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കേറ്റ് സ്വഭാവമാണ്, എവിടെ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ എവിടെ ചെന്നാലും മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ പുള്ളി ചോദിക്കും, എൻ്റെ റിട്ടേൺ ടിക്കറ്റ് റെഡിയുണ്ട്, ട്രെയിൻ ടിക്കറ്റ് റെഡിയാണ്. റെഡി അല്ലാന്ന് പറഞ്ഞാൽ പുള്ളി മേക്കപ്പ് പോലും ചെയ്യില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നു. ടിക്കറ്റ് കൺഫേം ആയാൽ മാത്രമേ പുള്ളി മേക്കപ്പിന് കയറുള്ളൂ, തിരിച്ചു പോകുന്ന കാര്യത്തിന് ടിക്കറ്റ് വേണം. അപ്പൊ സിദ്ദിഖിന്റെ പടത്തിൽ വന്നപ്പോൾ ആ പ്രശ്നം ഉണ്ടായില്ല. വേറെ എന്തൊക്കെയോ ഒരു വിഷമം സിദ്ദിഖിനുണ്ടായിട്ട് സിദ്ദിഖ് വന്നു എന്തൊക്കെയോ കാര്യങ്ങൾ. അപ്പൊ സിദ്ദിഖിനും ആ വിഷമം എന്നെ വിളിച്ചു പറഞ്ഞു, ശങ്കരാഴ്ചേട്ടനെ പടത്തിലിട്ടുകൊണ്ട് എനിക്കൊരു വല്ലാത്ത മാനസിക വിഷമമുണ്ട്. ഞങ്ങൾക്ക് എന്താണ് സിദ്ദിഖ കാര്യം? അല്ല മറ്റൊന്നുമല്ല, പുള്ളി ചില കാര്യങ്ങൾക്ക് പിടിവാശിട്ട് നിർത്തുന്നുണ്ട്. മനുഷ്യർ പ്രായമായതല്ലേ, അപ്പൊ അതൊന്നും കണക്കൂട്ടണ്ട. അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. പക്ഷേ സിനിമ തുടങ്ങി വർക്ക് ചെയ്യുന്ന ശങ്കരാഴ്ചേട്ടൻ വർക്കൊക്കെ തീർത്തു കഴിഞ്ഞപ്പോൾ ശങ്കരാഴ്ചേട്ടൻ പറഞ്ഞു, ഞാൻ എൻ്റെ വർക്ക് തീർന്നില്ല അല്ലേ? ആ തീർന്നു, വീണ്ടും ഇങ്ങനെ കാണുന്നു. അപ്പൊ നിങ്ങളെൻ്റെ റൂമിലേക്ക് വരണം. ഇവർ രണ്ടുപേരും സിദ്ദിഖിൻ്റെ കൂടെ റൂമിനകത്ത് കഴിച്ചു. ശങ്കരാഴ്ചേട്ടൻ അവർ രണ്ടുപേരും തലയിൽ കൈ വെച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ വിഷമമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പോകുന്നത്. അയ്യോ എന്താ ചേട്ടാ അങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് കാര്യം പറഞ്ഞാൽ അന്ന് ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, കുഴപ്പമില്ല, നിങ്ങൾ നല്ല പിള്ളേരാകാൻ നിങ്ങൾ നന്നായി വരും എന്നോട് ശങ്കരാഴ്ചേട്ടൻ ഇവരെ അനുഗ്രഹിച്ചു. സിദ്ദിഖ തന്നെയാണ് ആ വിവരം എടുത്ത് പറഞ്ഞു, ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ പിന്നെ ഞങ്ങൾക്ക് ശങ്കരാഴ്ചേട്ടൻ ഇല്ലാതെ ഒരു സിനിമ പോലും എടുക്കാൻ തോന്നിയിട്ടില്ല. എല്ലാ പടത്തിനും ശങ്കരാഴ്ചേട്ടൻ പോയി. അതാണ് ശങ്കരാഴ്ചേട്ടൻ. പിന്നെ പറയേണ്ട കാര്യം അദ്ദേഹം മുഖത്ത് നോക്കി പറയും, അത് ആരെയും പേടിക്കില്ല അദ്ദേഹം, അതാരായാലും പ്രശ്നമില്ല, അദ്ദേഹം പറഞ്ഞിരിക്കും. അതാണ് ശങ്കരാഴ്ചേട്ടൻ്റെ വേറെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ പല സിനിമകളിലും അഭിനയിച്ചു നടക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇവരും കെ പി ഉമറും തമ്മിൽ ഭയങ്കര ബന്ധമാണ്, ആത്മബന്ധമാണ്. ഒന്നിച്ച് നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് കെ പി ഉമർ. അപ്പോൾ ഒരു സമയത്താണ് ഈ വാണിയമ്പാടി ഒരു ട്രെയിൻ അപകടം നടന്നത്. വാണിയമ്പാടിലൊക്കെ അറിയുന്നതിൽ ഒരു 81 82 തോന്നും ട്രെയിൻ അപകടം. ആ ട്രെയിനിൽ ശങ്കരാഴ്ചേട്ടനുണ്ട്, കെ പി ഉമറുണ്ട്, രണ്ട് കമ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോ ട്രെയിൻ അപകടം നടന്നപ്പോൾ രാത്രി പാതിരാത്രി കൊണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. ശങ്കരാഴ്ചേട്ടൻ അവിടുന്ന് പിന്നെ എനിക്ക് ഒരു 10-100 കിലോമീറ്റർ ഉണ്ട് മദ്രാസിൽ, ചെന്നൈയിലേക്ക് എത്തണമെങ്കിൽ. അപ്പൊ ശങ്കരാഴ്ചേട്ടൻ പറഞ്ഞു, ഞാൻ എന്തായാലും കെ പി ഉമറിന്റെ കൂടെ ഒരു കാറിനകത്ത് കയറി ഞങ്ങൾക്ക് മദ്രാസിലേക്ക് പോകാനുള്ള പ്ലാനിലൊക്കെയാണ്. കെ പി ഉമർ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ശങ്കരാടിനെ ഒഴിവാക്കി, ശങ്കരാഴ്ചേട്ടനെ ഒഴിവാക്കിയിട്ട് കെ പി ഉമർ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്. കാരണം വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന നമ്മളാണ് കെ പി ഉമറിന്റെ സിനിമ. ഏത് നോക്കിയാലും ബലാത്സംഗം, അത് അടിയിടി ഉണ്ടെങ്കിൽ അതിന് മുന്നിൽ കെ പി ഉമറാണ്. പക്ഷേ ഇത്രയും പേടിത്തൊടനായിട്ടൊരു നടനെ നമ്മുടെ മലയാള സിനിമയിൽ കാണാൻ പറ്റും. ഫ്ലൈറ്റിൽ കയറുന്നില്ല പേടിച്ചു. അങ്ങനെ നമ്മുടെ മനസ്സിലെ അദ്ദേഹം വലിയ വില്ലനാണ്. പക്ഷെ ആരെങ്കിലും കണ്ണിട്ട് നോക്കിയാൽ കെ പി ഉമർ സ്ഥലത്തിട്ടുണ്ട്. അതാണ് കെ പി ഉമർ. കെ പി ഉമർ ഇവിടുന്ന് ടാക്സി പിടിച്ച് നേരെ മദ്രാസിലേക്ക് ഇരിക്കും. ശങ്കരാഴ്ചേട്ടൻ കെ പി ഉമറിനെ നോക്കിയെന്ന് പാരോ പറഞ്ഞു, അദ്ദേഹം ഒരു ടാക്സി വിളിച്ച് പോയോ എന്നെ വിളിക്കാതെ പോയോ ഉമർ എന്ന് വിളിച്ചു. പിറ്റേ ദിവസം മദ്രാസിൽ ശങ്കരാഴ്ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ ഉമർ എനിക്കൊരു പണി ചെയ്തിരുന്നു. ഇതെന്താണ്? എന്നെ കൂട്ടാതെ അവൻ ഒറ്റയ്ക്ക് കാറ് ടാക്സി വിളിച്ചു. അവൻ എന്നെ കൂടെ കൂട്ടി എന്താ കാര്യം? കുഴപ്പമെന്താ? പറഞ്ഞാൽ പുള്ളി പേടിച്ചിട്ടായിരിക്കും പോയത്. അതൊരു മര്യാദകളായി നിർത്തിയിരുന്നു. ഇങ്ങനെ ഇവർ രണ്ടുപേരും പിന്നെ
എനിക്ക് തോന്നുന്നു 2 വർഷത്തോളം എന്തോ പിണങ്ങി നിന്നു. രണ്ടുപേരും കണ്ട സംസാരിക്കില്ല. ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്നാൽ അഭിനയിക്കും മാറിപ്പോകും. അപ്പൊ ഞാൻ മകടിക്കാരില്ല, ഞാൻ ആ വിഷമം തീർത്ത് തരാം എന്നോട്. നമ്മൾ അതും നീ ഒന്നും പറയണ്ട, നീ എന്ന് പറഞ്ഞാൽ കേൾക്കില്ല എന്നോട്. നമ്മൾ നോക്കട്ടെ. ഞാനൊരു ദിവസം എൻ്റെ പുറത്ത് ഉമ്മക്കയുണ്ട്. ഞാനൊരു ദിവസം ഉമ്മക്ക കഴിക്കാൻ ഉമ്മക പുറത്താൻ്റെ പറഞ്ഞത് ശങ്കരടിച്ചായിട്ട് എന്തോ പ്രശ്നം. അവനെ കൊണ്ട് ഞാൻ പോയില്ല എന്ന് പറഞ്ഞ് ഞാനേ പേടിച്ച് ഒരു വണ്ടി കിട്ടാൻ കാത്തിരിക്കും. അവിടെ ടാക്സി ഒന്നും കിട്ടാനില്ല. എന്നാലും അതൊക്കെ കയറ്റായിരുന്നു. അവൻ നടക്കുന്ന കാര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞു. എന്തായാലും ആ കണക്കൊന്ന് മാറ്റി കളഞ്ഞു. എനിക്കവിടെ കണക്കൊന്നുമില്ല. പിന്നെ നിങ്ങൾ നമ്മൾ കണ്ടാൻ പറ്റില്ല, അതെന്താ കാര്യം? അതിപ്പോ അങ്ങനെ സംഭവിച്ചു. അപ്പൊ ഉമ്മത്തേക്ക് എവിടെ ഷൂട്ടിങ്? നാളെ എനിക്ക് മുരുകാലി സ്റ്റുഡിയോയിൽ ഷൂട്ടുണ്ട് ആയെന്ന് പറഞ്ഞു. ഞാൻ ശങ്കരാചാര്യനെ വിളിച്ച് നേരെ മുരുകാലി സ്റ്റുഡിയോയിൽ ചെന്ന് രണ്ടുപേരെയും കൂട്ടി വയ്പ്പിച്ച് സംസാരിച്ച് കഴിയുമ്പോ എന്നെ വേണ്ട, രണ്ടുപേരും ഉണ്ടായി. രണ്ടുപേരും ഗുസ്തി കൂടെ അങ്ങോട്ട് കൊടുക്കും. അത്രയും വലിയ സുഹൃത്തുക്കളാണ്. പിന്നെ ആത്മബന്ധം അവര് മരിക്കുന്നവരെ തുടർന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ കഞ്ഞി ചെറുപായൊക്കെ നിർബന്ധമാണ് ശങ്കരാചാര്യന്. ഇടയ്ക്ക് 2 സ്മോള് കഴിക്കുന്നത്. അപ്പൊ ഇപ്പം ഇടത്തിൽ മദ്യം കിട്ടാൻ വല്ല മാർഗമുണ്ടോ? ഞങ്ങൾ പാലക്കാട് നിന്ന് വരും വഴിയാണ്. പാലക്കാട് വരുന്ന വഴി രാത്രി ഒരു 9 മണിയാകാറുണ്ട്. അപ്പം ഷൊർണൂരുണ്ടല്ലോ, ഷൊർണൂരിന് കഴിക്കാം. ഞങ്ങളാരും വരുന്നില്ല, ചേട്ടൻ പോയിട്ടോ. നിങ്ങൾ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും അവിടെ ഷൊർണൂർ മാധവൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അദ്ദേഹം കൂടെ ചെന്നു. അപ്പൊ വാർന്നെത്തിക്കുകയാണ്. വാർന്നെത്തേക്ക് വന്നപ്പോ ഇതെന്താ ഇവിടെ എന്ന് ചോദിച്ചു. പിന്നെ ബ്രാൻഡി കഴിക്കാൻ കൂടെ ചായക്കടയിൽ പോയി കഴിക്കും. അപ്പൊ അത്രയും രസികനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ശങ്കരാചാര്യൻ മരിക്കുന്നതിന് മുമ്പ് അപ്പൊ ഞാനിവിടെ ഈ ചെറുപുറമ്പത്ത് റോഡ് കടവന്ത്ര ഞാൻ പോയി കാണാറുണ്ട്. പലപ്പോഴും ഞാൻ പോയി കാണാറുണ്ട്. ക്യാൻസർ രോഗമായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ അതിനു മുമ്പ് കല്യാണം, പുള്ളിക്ക് 52ാമത്തെ വയസ്സിലാണ് കല്യാണം. അപ്പോൾ ശങ്കരാചാര്യൻ എവിടെ പോയാലും, അത് കൊടൈക്കനാൽ പോയാലും ഊട്ടിയിൽ പോയാലും തിരുവനന്തപുരത്ത് പോയാലും എനിക്ക് പുള്ളിയുടെ ഒരു കത്തുണ്ട്, ഒരു എഴുത്തുണ്ടാവും. ഒരു പഴയ നമ്മുടെ ഒരു പോസ്റ്റൽ കവറിനകത്ത് CM ശങ്കരാടി ലെറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് സുഖമാണോ, ഞാൻ എന്നെ പറഞ്ഞിട്ടാണ് എന്റെ സ്ഥലത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ പറഞ്ഞത്. എൻ്റെ കയ്യിൽ ഒരു 170ഓളം കത്ത് ഉണ്ടെന്ന് നിങ്ങളായിരിക്കും വിശ്വസിക്കില്ല. 10-18 കൊല്ലം എനിക്ക് വേണ്ടി സ്ഥിരമായിട്ട് എഴുതി. ആ കത്തെല്ലാം ഞാൻ മദ്രാസിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എങ്ങനെയോ നഷ്ടപ്പെട്ടു. ആ വിഷമം എനിക്കുണ്ട്. അപ്പൊ ഈ കത്തുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കത്ത് കാണാത്ത സമയത്ത് വരുമ്പോൾ വെച്ചു ഞാൻ ചോദിക്കും, ചേട്ടാ പ്രേമലേഖനം ചെയ്തൊരു കിട്ടിയില്ല തവണ. എനിക്ക് എഴുതാൻ പറ്റിയില്ല, എനിക്ക് തിരക്കായി. അപ്പൊ അത്രയും ആത്മബന്ധമായിരിക്കും മരിക്കുന്നതിന് മുമ്പ് ഒരു ദിവസം പലപ്പോഴും ഞാൻ കടവത്ത് പോയി കാണാറുണ്ട്. ഒരിക്കൽ നടൻ സാർ പറഞ്ഞു, ഇവര് നമുക്കൊന്ന് ശങ്കരാടിയും പോയി കാണാമല്ലോ എന്നത്. ഞാൻ പോയി കണ്ടിട്ട് വന്നതാണ്. സാറ് പോയിട്ട് കാണുക. ഒരു കൂടെ നിങ്ങൾ ഒരു കൂടെ പോയാൽ ശരിയാവുള്ളൂ. ഞാനും സാറും കൂടെ വീട്ടിൽ ചെന്നപ്പോൾ വലിയ സന്തോഷമായിരുന്നു. അവിടെ തന്നെ പുള്ളി അവിടെ ഒരു ഇന്ത്യൻ എക്സ്പ്രസ് പത്രം എടുത്തു. എന്നെ പറ്റി എഴുതിയിരിക്കുന്നതാണോ ശങ്കരാടിയെ പറ്റി നമുക്ക് പുള്ളി വലിയ സന്തോഷമായി. പുള്ളിയെ പറ്റി ഇന്ത്യൻ എക്സ്പ്രസ് ഭയങ്കരമായിട്ട് എഴുതി. എന്നെ സാറിനെ കാണിച്ചു തന്നു. ഞങ്ങൾ സന്തോഷമൊക്കെ കൊണ്ടുപോയി ഇറങ്ങുന്ന സമയത്ത് ശങ്കരാടിയേട്ടൻ പറഞ്ഞു, നമുക്കൊന്നുകൂടെ കാണണം കേട്ടോ, നമുക്കൊന്ന് പോകണം, എന്നാലേ രസമുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ കൂടെ വന്നിട്ട് വളരെ കുറച്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹം, ഞാനത് തിരുവനന്തപുരത്തായിരുന്നു, ഒരു ബിസിനസ് കാര്യമായിട്ട് ഞാൻ പോയതാണ്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഞാൻ അറിഞ്ഞു. എന്നെ വിളിച്ച് പറഞ്ഞു. വളരെ വിഷമവും ഒക്കെ ഉണ്ടായി. ഇപ്പോൾ ശങ്കരാചാര്യനെ പറ്റി ഓർക്കാത്ത ദിവസങ്ങൾ പോലും ഞാൻ പറയാറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ശങ്കരാചാര്യൻ്റെ കഥ ഞാൻ വീട്ടിൽ പറയാറുണ്ട് പലതും. കൂടുതലായിട്ട് അഭിനയ പ്രതിഭ. കാരണം നാടകത്തിൻ്റെ അതിപ്രസരം സിനിമയിൽ നിന്നകത്ത് നാടക ഡയലോഗുകൾ മുഴുവൻ ഭയങ്കര അച്ചടി ഭാഷയിൽ സംസാരിക്കുന്ന കാലത്ത് ശുദ്ധ മലയാളത്തിൽ ഇന്നത്തെ ന്യൂജൻ സിനിമ ചെയ്യുന്ന ആ രീതിയിലുള്ള ആ കാലത്ത് ചെയ്ത ഒരു വ്യക്തിയാണ് ശങ്കരാചാര്യൻ. ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ എനിക്ക് സാധിക്കില്ല. അദ്ദേഹത്തിന് വേണ്ടി ഞാനിപ്പോഴും അദ്ദേഹത്തിൻ്റെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. നന്ദി, നമസ്കാരം.